പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെങ്ങുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. പൗലോസ് അപ്പസ്തോലിലേക്ക് ഒന്ന് വരാം. വിശുദ്ധ ബൈബിളിൽ പൗലോസ് അപ്പസ്തോലിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്ന ഏതാനും കാര്യങ്ങൾ ഉണ്ട്. പൗലോസ് അപ്പസ്തോലൻ മരിച്ചവരെ ഉയർപ്പിച്ച ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ 7 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ ഒരു വീടിൻ്റെ 2-ാം നിലയിലെ ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് അവർ ഒന്നിച്ചിരിക്കുക. പൗലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചു പോയി. ഒരാൾ ജനൽപ്പടിയും താഴെ പോയി. ആൾ മരിച്ചു. ആളിൻ്റെ പേരെന്താ? എവൂത്തിക്കോസ്. ഒരാൾ താഴെ വീണ് മരിച്ചിട്ടും പൗലോസ് അപ്പസ്തോലന് ഒരു ചഞ്ചലിപ്പുമില്ല. അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ സങ്കടമായിട്ടുണ്ട്, നിലവിളിയൊക്കെ നടന്നു കാണും. ആൾ മരിച്ചു കിടക്കല്ലേ. പക്ഷെ പൗലോസ് താഴെ ഇറങ്ങിച്ചെന്ന് പൗലോസ് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. ദൈവശക്തിയുടെ വലിയ ഒരു പ്രവാഹത്തിൽ ആ മനുഷ്യൻ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുകയാണ്. അവനെ അവർക്ക് ജീവനുള്ളവനായിട്ട് പൗലോസ് അപ്പസ്തോലൻ കൊടുത്തു എന്നാണ് വചനത്തിൽ പറയുന്നത്. പൗലോസിൻ്റെ കരങ്ങളിലൂടെ മരിച്ചവരെ ഉയർപ്പിച്ച ഒരു ശുശ്രൂഷ നടക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-19 വചനം പറയുന്നു, വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മ ശക്തിയാലും എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചവ ഒഴികെ ഒന്നിനെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനില്ല. പൗലോസ് പറയുക, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാക്കാൽ പ്രവൃത്തിയാൽ അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ പരിശുദ്ധാത്മ ശക്തിയാൽ എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, പ്രസംഗിക്കാനുള്ളൂ. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ പ്രത്യേകത 5 കാര്യങ്ങൾ: വാക്കാൽ പ്രവൃത്തിയാൽ അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ പരിശുദ്ധാത്മ ശക്തിയാൽ. ശുശ്രൂഷയുടെ രഹസ്യം ഇന്നും അതുതന്നെയാണ്. വാക്കാൽ യേശുനാഥ ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കണം, സംഭവിച്ചേ പറ്റൂ. പ്രവൃത്തിയാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയില്ല ഓരോ സമയത്തും. അടയാളങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ഓരോ സൗഖ്യവും ഓരോ കാര്യങ്ങളും അടയാളങ്ങളാണ്. യേശു ഇന്ന് ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അടയാളങ്ങൾ. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയുടെ വലിയ വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം സംഭവിക്കുന്ന ശുശ്രൂഷയിലാണ് ശരിക്കും ആളുകൾക്ക് വലിയ വിശ്വാസവും വലിയ ബോധ്യങ്ങളും ഉണ്ടായി വലിയൊരു ആത്മനിറവിലേക്കൊക്കെ വ്യക്തികൾ വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇനി നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ
16, 17, 18 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഒരു അടിമ പെൺകുട്ടി, അവൾക്ക് പ്രവചിക്കാനുള്ള വരമുണ്ടായിരുന്നു. അതായത് അവളിൽ ഒരു തിന്മയുടെ അരൂപി നിറഞ്ഞിരുന്നു. അവളുടെ ഭാവി ഫലപ്രവചനം കൊണ്ട് അവളെ കൊണ്ടുകിടന്നവർ ഒത്തിരിയേറെ സമ്പത്തുണ്ടാക്കിയിരുന്നു. അവിടെ ഞാൻ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പറഞ്ഞത് സത്യമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ മാർഗമാണ് ഈ സ്ത്രീയാണ് പറയുന്നത്. ഈ ഭാവി ഫലം പറയുന്ന ആത്മാവ് ബാധിച്ച സ്ത്രീ പറയാ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ പറയുന്നതൊക്കെ സത്യമാണെന്നൊക്കെ അവൾ പറയുക. 18-ാമത്തെ വചനം. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. ഇത് തന്നെ പറഞ്ഞു. പൗലോസിന് ഇത് അസഖ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. പൗലോസ് അവിടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അവളെ കുടികൊള്ളുന്ന, അവളിൽ പ്രവർത്തിക്കുന്ന ആത്മാവെ, അവളെ വിട്ട് പുറത്തു വരിക. തൽക്ഷണം ആ ആത്മാവ് അവളെ വിട്ട് പുറത്തുപോയി. യേശു ഇത് അതേ ശുശ്രൂഷയ. യേശു പിശാചിനെ പുറത്താക്കി, പൗലോസും പിശാചിനെ പുറത്താക്കി. ആണോ? യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, പൗലോസ് ഉയർപ്പിച്ചു. പൗലോസ് അപ്പോസ്തലൻ രോഗശാന്തി കൊടുത്ത അനുഭവങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 28 നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ആ ദ്വീപിലെ പ്രമാണിയായ പുബ്ലിയൂസിന് ആ സ്ഥലത്തിനടുത്ത് തന്നെ കുറേ ഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ സ്വീകരിച്ച് 3 ദിവസത്തേക്ക് ആതിഥ്യം നൽകി. പുബ്ലിയൂസിൻ്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. പൗലോസ് രോഗിയെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഏൽപ്പിച്ചു, പിശാചിനെ പുറത്താക്കി. ചെയ്തോ. ആ യേശു പറഞ്ഞത് ഇത് ചെയ്യാനാ പറഞ്ഞത്. പൗലോസിന്റെ ശുശ്രൂഷകളിൽ ഇതെല്ലാം സംഭവിച്ചിരുന്നു. ഇനി പത്രോസിലേക്ക് വന്നേ. പത്രോസ് ചെയ്ത എന്തെല്ലാം അത്ഭുതങ്ങളല്ലേ. തബീത്ത എന്ന സ്ത്രീയെ ഉയർപ്പിച്ചു. പൗലോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗശാന്തികൾ സംഭവിച്ചു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തുവാല സ്പർശിച്ചപ്പോൾ രോഗശാന്തികളെ കുറിച്ചൊക്കെ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ഈ പത്രോസിന്റെ കരങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ സംഭവിച്ചു. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം. ജനമധ്യത്തിൽ അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. ജനമെല്ലാം ഭയപ്പെട്ടു എന്നാ പറയുന്നു. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. പൗലോസ് നടന്നു പോകുമ്പോൾ പൗലോസിന്റെ നിഴലടിക്കുവാൻ രോഗികളെ കൊണ്ടുവന്നു. കിടത്തി വഴിയോരങ്ങളിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പിശാച് അലറിക്കൊണ്ട് വിട്ടുപോയി. പത്രോസ് അപ്പോസ്തലന്റെ നിഴലിൽ വ്യാപരിച്ച ദൈവിക ശക്തി രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, പിശാചിനെ പുറത്താക്കുന്നു. വലിയ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോസ്തല പ്രവർത്തനം 5:15. പൗലോസിന്റെ നിഴൽ അടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു, പിശാചുക്കളൊക്കെ അലറിക്കൊണ്ട് വിട്ടുപോയി. സങ്കീർത്തനം 88:10 അതേ വചനം തന്നെ പറയുന്നുണ്ട്. 88:10. മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ? മരിച്ചവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമോ? ഉറപ്പല്ലേ, പ്രവർത്തിക്കും. നിഴലുകൾ അങ്ങയെ പുകഴ്ത്തുവാൻ ഉണർന്ന് എഴുന്നേൽക്കുമോ? നിഴലുകൾ അങ്ങയെ പുകഴ്ത്തുവാൻ ഉണർന്ന് എഴുന്നേൽക്കുമോ? ഉണ്ടോ? നിഴലുകൾ അങ്ങയെ പുകഴ്ത്തുവാൻ ഉണർന്ന് എഴുന്നേൽക്കും. സങ്കീർത്തകൻ പണ്ടേ എഴുതി വെച്ചിരിക്കുക ആത്മാവില്, നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്ന് എഴുന്നേൽക്കുമോ? ഒരു ചോദ്യചിഹ്നമാണ്. എഴുന്നേൽക്കും.
അതാണ് പത്രോസിൻ്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഇപ്പോൾ സംഭവിക്കുമോ? നിഴലടിച്ച രോഗി സൗഖ്യം പ്രാപിക്കുമോ? ഉറപ്പല്ലേ, സൗഖ്യം പ്രാപിക്കും. ഒരു ദിവസം ഇവിടെ ഞാൻ വചനം പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിനും തലേമാസം പ്രാർത്ഥിക്കുന്ന ആത്മാവ് ഒരു മെസ്സേജ് നൽകി, അടുത്ത മാസം നിഴലടിക്കുമ്പോൾ രോഗശാന്തി ഇവിടെ നടക്കും, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ പിറ്റേ മാസം ഞാനിവിടെ വചനം പങ്കുവെച്ചെടുക്കുക, പെട്ടെന്ന് ആത്മാവ് ഈ മെസ്സേജിനെ ഓർപ്പിച്ചു, കർത്താവ് പ്രവർത്തിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് ഇതുപോലെ ഒരു ലൈറ്റ് മാത്രം ആക്കിയിട്ട് ഞാൻ അവിടെ നിന്നു. കാൽമുട്ടു നൂരുന്നവരെയും ചെവി കേൾക്കത്തില്ല, അവർ ഇവിടെ കയറ്റി നിർത്തി. അവസാനം ഞാൻ വചനമൊക്കെ പറഞ്ഞു, നെല്ലേന്ന് വീണ്ടും ലൈറ്റ് ഇട്ടു. അവർക്ക് ചെവി കേൾക്കാം, കാൽമുട്ട് സൗഖ്യം, നടു സൗഖ്യം ഒക്കെ അങ്ങോട്ട് സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിഴലുകൾ കർത്താവിനെ പുകഴ്ത്താൻ ഉണർന്ന് എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കുമോ? ധൈര്യമായിട്ട് പറഞ്ഞ് എഴുന്നേൽക്കും. ഹല്ലേലൂയ. നിഴലടിച്ചാൽ രോഗശാന്തി നടക്കുമോ? തൂവാനെ സ്പർശിച്ചാൽ സൗഖ്യം നടക്കുമോ? അവന്റെ നാമത്തിൽ അത്ഭുതം നടക്കുമോ? നടക്കും, നടക്കും, നടക്കും. ഹല്ലേലൂയ. പറഞ്ഞ് എൻ്റെ കർത്താവ് ഇച്ചിരി വലിയവനാന്ന് പറഞ്ഞ്. എൻ്റെ കർത്താവ് ഇച്ചിരി വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നു. അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം, 26-8. മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട്? ഒരു ചോദ്യമാണ്, പൗലോസ് അപ്പസ്തോലന്റെ ഒരു ചോദ്യമാണ്. മുമ്പേ ഒരു ചോദ്യം നമ്മൾ കണ്ടു, നിഴലുകൾ കർത്താവിനെ പുകഴ്ത്താൻ ഉണർന്ന് എഴുന്നേൽക്കുമോ? ചോദ്യചിഹ്നമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യചിഹ്നത്തിലാണ്, മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട്? ചോദ്യമാണ്. മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് നിങ്ങൾ അവിശ്വസനീയമായിട്ട് എന്തിനാ കരുതുന്നത്? മരിച്ചവർ ഉയർത്തി നിൽക്കുക എന്നുള്ളത് അവിശ്വസനീയമാണോ? ആണോ? അല്ല, അവിശ്വസനീയമല്ല. യേശു മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട്, അപ്പസ്തോലന്മാർ ഉയർപ്പിച്ചിട്ടുണ്ട്, വലിയ വിശുദ്ധരായിട്ടുള്ള കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അവൾ മരിച്ചവർ ഉയർത്തി നിൽക്കും, സംശയിക്കരുത് നിങ്ങൾ. മരിച്ചവർ ഉയർത്തി നിൽക്കും. അതൊരു ഒരു ഒരു എനിക്ക് തോന്നുന്നു ഗിഫ്റ്റുകളിലൊക്കെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മരിച്ചവർ ഉയർത്തി നിൽക്കുക എന്നുള്ളത് ഗിഫ്റ്റുകളൊരു ഏറ്റവും വലിയ ഗിഫ്റ്റായിരിക്കും, അല്ലേ? അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്റ്റേജിൽ എത്തുകയാണ്. നമ്മൾ കണ്ടു പത്രോസിൻ്റെ നിഴലടിക്കുമ്പോൾ രോഗശാന്തി. പത്രോസ് നടന്നു പോവാം, അപ്പം നിഴലടിക്കുമ്പോൾ രോഗശാന്തി. അവിടെ പത്രോസിന് അവരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കേണ്ട, ദൈവവചനം പറയേണ്ട, സ്തുതിപ്പിക്കേണ്ട, കുമ്പസാരം കൊടുക്കേണ്ട ഒരു പരിപാടിയില്ല. പത്രോസ് നടന്നു പോയാൽ മതി, നിഴലടിച്ചാൽ രോഗശാന്തി. പത്രോസ് എന്ന വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാണ് ഇത് ചെയ്യുന്നത്. അത് ഒരു വ്യക്തിയുടെ പ്രസൻസ് അത്ഭുത സൗഖ്യമായിട്ട് മാറുകയാണ്. ഇവിടെ ഞങ്ങളുടെ ടീം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മുന്നമേ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തും കേട്ടോ. എൻ്റെ ടീമിൽ നല്ലതായിട്ട് മെസ്സേജുണ്ട്, ടീമുകളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് തന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മെസ്സേജ് ഇങ്ങനെ തന്നു, സാബു ബ്രദർ കിടക്കുന്ന കട്ടിലേൽ കിടന്നാൽ രോഗശാന്തി നടക്കുന്നു. ഒരു മെസ്സേജ് നമ്മുടെ ടീമിൽ ഒരാൾ പറഞ്ഞൊരു മെസ്സേജ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വിഷൻ കാണുകയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ കിടക്കുന്ന കട്ടിൽ ചുറ്റും ഇങ്ങനെ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുക. തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. അത് കഴിഞ്ഞാണ് ഈ മെസ്സേജ് പറയുന്നത്. അപ്പോൾ എനിക്കറിയാം കർത്താവ് എന്തോ ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ മലബാറിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഞായറാഴ്ച വീട്ടിൽ വിളിച്ചു. ഉച്ചകഴിഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, മോള് കാറ്റഗിസത്തിന് പോയിട്ട് വന്നിട്ട് അവരുടെ കാലിന് അതിഭയങ്കര വേദനയാണ്, ഇടുപ്പ് വലി ഈ മുട്ടിന് ഇത്രയുണ്ട്, 2 കാലും അതിഭയങ്കര വേദനയാണ്, കിടക്കുകയാണ്, നടക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തിങ്കളാഴ്ച സ്കൂളിൽ പോയില്ല, എഴുന്നേക്കാൻ വയ്യ, കിടപ്പിൽ കിടക്കുക, നടക്കത്തില്ല അവക്ക്, അതുപോലെ വേദന. അവൻ എന്നോട് ചോദിച്ചു എങ്ങനെ ആശുപത്രി കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വേദന എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ, വരുമല്ലോ പെയിൻ കില്ലറും കൊടുക്കും, അത്ര തന്നെ. പക്ഷേ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുക കേട്ടോ. ഈ ഞങ്ങളുടെ ധ്യാനം ഇവിടെ കൺവെൻഷൻ തിങ്കളാഴ്ച വൈകിട്ട് കഴിഞ്ഞു. ചൊവ്വാഴ്ച ഇന്നലെ രാവിലെ 6:15 ട്രെയിന് ഞങ്ങൾ പോരുന്നു. ഒരു 6 മണിയായപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു. ഞാൻ വൈഫിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്, മോക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു.
അവൾ തിങ്കളാഴ്ച സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു, ഉടനെ പറയുകയാണ് അവളെന്ത് ചെയ്യുന്നറിയാമോ മോള്, അവൾ തലേദിവസം വൈകിട്ട് വന്നിട്ട് ഞാൻ കിടക്കുന്ന കട്ടിലെ കിടന്നുറങ്ങി. അവിടെ വന്ന് അവിടെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടെ കാലിന് ഒരു വേദനയില്ല. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് ഞാൻ വീട്ടിലെത്തി എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. നീ എന്നാ ചെയ്തു? ഇന്നലെ അച്ചാച്ചൻ കിടന്ന കട്ടിലേക്ക് കയറി കിടന്നു പറഞ്ഞു. ഹീൽ ചെയ്ത് കർത്താവ്. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 8 മണി കഴിഞ്ഞു. അന്നേരം സ്കൂളിൽ പറഞ്ഞിട്ട് ഒരുങ്ങുന്നു. ഒരു കുഴപ്പമില്ല കാലിന്. മുന്നമേ കർത്താവ് മെസ്സേജ് വന്നു, സഹോദരർ കിടക്കുന്ന കട്ടിലെ കിടക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാവുന്നു. അത് നടന്നു കഴിഞ്ഞു. കർത്താവിന് ഒത്തിരി നന്ദി. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ വലിയ വിശുദ്ധനായി ഇപ്പോൾ നാമകരണ നടപടിയൊക്കെ ആരംഭിച്ച ഒരു വ്യക്തിയെ പരിചയപ്പെടുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാതിരിക്കാം, ഒരുപക്ഷെ അറിയാതിരിക്കാം. അതായത് ആഫ്രിക്കയിലൊക്കെ സുവിശേഷ വേല ചെയ്ത വലിയ ഒരു വ്യക്തിയാണ് വിൻസെൻഷ്യൻ സഭയിലെ JK ബിൽ എന്ന അച്ഛൻ. ജോസഫ് കുറുപ്പമ്പറമ്പിൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടവരുണ്ടെന്ന് കർമ്മത്തിൽ കാണിച്ച്. ആ അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ? കൂടിയിട്ടുണ്ടല്ലേ? സന്തുഷ്ടി. അറിയാം ബ്രദറിന്, സന്തോഷ് ബ്രദറിന് അറിയാം. അദ്ദേഹത്തിന് കർത്താവും മെസ്സേജ് കൊടുത്ത് ആഫ്രിക്കയിലാണ് ശുശ്രൂഷയ്ക്ക് പോയി. ഞാൻ കഴിഞ്ഞ 3-4 മാസം മുൻപ് ആഫ്രിക്കയിൽ ശുശ്രൂഷയ്ക്ക് പോയിരുന്നു. വലിയ അനുഗ്രഹമാണ്. ഇതുപോലെ തന്നെ വലിയ സൗഖ്യങ്ങളും. 17,000 പേരവിടെ കൺവെൻഷൻ കൂടി. ബ്ലാക്സ് തന്നെ വലിയൊരു സംഭവമായിരുന്നു. ആ ഒറ്റ കൺവെൻഷനോടെ ആ ധ്യാനകത്വത്തെ ദൈവം ഒത്തിരി ഉയർത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ ജോസഫ് അച്ഛൻ്റെ JK ബില്ലച്ചൻ്റെ ഒത്തിരി അനുഭവങ്ങൾ, സൗഖ്യത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിന് ദൈവം ചെയ്ത പ്രവൃത്തിയൊക്കെ ഞാൻ ഇങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ശാലോം പത്രത്തിൽ അതേക്കുറിച്ചൊരു ഇതൊക്കെ വന്നിരുന്നു, ഫീച്ചറൊക്കെ ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെന്നു. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഈ അച്ഛനെ അടക്കിയെടുത്തൊന്ന് പോകണമെന്ന്. അവിടുത്തെ ജോസഫ് അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയി. ഞങ്ങളവിടെ ചെന്നു. വില്ലച്ചനെ അടക്കിയ കല്ലറയുടെ അവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം അച്ഛന് അവിടെയാണ് ലാസ്റ്റ് താമസിച്ചിരുന്ന സ്ഥലവും പള്ളിയൊക്കെയാണത്. അപ്പം ഈ ജോസഫ് അച്ഛൻ്റെ ലോഹയിൽ പിടിച്ചു പ്രാർത്ഥിച്ചാൽ രോഗശാന്തിയാണ്. ലോഹയിൽ പിടിച്ചു പ്രാർത്ഥിച്ചാൽ പിടിച്ചാൽ മതി, അന്നേരം രോഗശാന്തി നടക്കുമായിരുന്നു. അല്ലേ ലുയ്യ? അല്ലേ ലുയ്യ? ഉടുപ്പ പിടിച്ചാൽ രോഗശാന്തി നടക്കുമോ? സംശയിക്കണം, നടക്കും. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ കൺവെൻഷൻ നടക്കുമ്പോൾ അബുദാബിയിൽ നിന്ന് വന്ന് ധ്യാനിക്കാനായിട്ട് വന്ന അവിടെ ഉള്ള ഒരു മകന് അവിടെ വന്നതാണ്, വീട്ടിൽ വന്നാണ്. ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ പ്രസംഗിച്ചൊരു ഒരു മെസ്സേജ് തന്നു. എൻ്റെ ആത്മാവിൽ 2 കാല് ഊരിപ്പോകുന്ന ആരോ ഇവിടെ ഉണ്ടോ? ഓപ്പറേഷൻ ചെയ്ത് ശരിയാവാത്ത. അപ്പം ഞാൻ അനൗൺസ് ചെയ്തു 2 കാൽമുട്ട് ഊരുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചു. ഒരു ചെറുപ്പക്കാരൻ. അപ്പം 10,000 കൺവെൻഷൻ കൂടുക. എഴുന്നേറ്റു. എന്നെക്കാളൊക്കെ ഭയങ്കര ഹൈറ്റും വെയിറ്റും ഉണ്ട്. വന്ന് സ്റ്റേജിൽ വന്നു. ഇങ്ങനെ കാൽമുട്ട് ഓപ്പറേഷൻ ചെയ്താണ്. 2 ഊരിപ്പോവും. ശരിക്കൊന്ന് ചലിച്ചാൽ മതി, ഇങ്ങനെ തിരിച്ചാൽ മതി, മുട്ടൂരിപ്പോവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഉടുപ്പെ പിടിച്ചോളാൻ പറഞ്ഞു. ഉടുപ്പെ പിടിച്ചോണ്ട് അവിടെ നിന്നോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഓരോ കാര്യം പറഞ്ഞിരിക്കുക. ഉച്ച നോക്കുമ്പോൾ ഇങ്ങനെ പൂക്കിറ്റ് പോലെ ആൾ വിറച്ചോണ്ടിരിക്കുക. ആൾ വിറയ്ക്കുക, ശരം മൊത്തം വിറയ്ക്കുക. എന്നിട്ട് കമ്പിളിച്ചുമ്പോൾ ശരം മൊത്തം വേർത്ത് ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് നനഞ്ഞ് ഒരു പരുവായി. അപ്പം LED സ്ക്രീനിലൂടെ ക്യാമറമാൻ ഇങ്ങനെ ഷർട്ടൊക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക, കൈയൊക്കെ വിറയ്ക്കുന്നൊക്കെ ഇങ്ങനെ ആളുകളെ കാണിച്ചുകൊണ്ടിരിക്കുക. ഏതാനും നിമിഷം കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ വിറയ്ക്കുക. എനിക്കറിയാം വിറയ്ക്കുന്ന കർത്താവ് സൗഖ്യം കൊടുത്തു. ഞാൻ പറഞ്ഞു ഇവിടുന്ന് സൗഖ്യം പ്രാപിച്ചേ പോകണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിടിവിട്ടോളാൻ പറഞ്ഞു. പിടിവിട്ട് കഴിഞ്ഞപ്പോഴും ശരീരം മൊത്തം വിറയ്ക്കുക. കാല് വലിച്ചു കൂടാൻ പറഞ്ഞു. കാല് വലിച്ചു കുടഞ്ഞു, ചാടി മറിഞ്ഞു, ഓടിച്ചു മുട്ടയിൽ നിന്നു. ഇങ്ങനെ തിരിച്ചാൽ മതി, അന്നേരം തെന്നിപ്പോന്ന കാൽമുട്ട് അന്നേരം കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനം നടക്കുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുക. അന്നേരം ഈ സ്റ്റാൻഡ് ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗം കഴിഞ്ഞു. വൈകിട്ട് 9 മണിയുടെ അത്താഴത്തിന് വിട്ട് കഴിയുമ്പോൾ ആളുകൾ ഞാനിവിടെ പ്രസംഗിക്കുന്നിടത്ത് കയറി നിൽക്കുക. കയറി വരുമ്പോൾ അന്നേരം സൗഖ്യം. ചിലർക്ക് അഭിഷേകത്തിൽ ഈ സ്റ്റേജ് വീഴുന്നു. ഭയങ്കര സംഭവം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങ് ചെയ്യുക. ഹല്ലേലൂയ. ഒന്നും ആയിട്ടില്ല. അടുത്ത നാളിൽ ഒരു ശുശ്രൂഷകൻ എന്നെ വിളിച്ചു. വിദേശത്താണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, വചനമൊക്കെ പറയുന്ന ഒരാളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു, വർത്താനമൊക്കെ പറഞ്ഞു. സഹോദരരെ, ഇപ്പോൾ നടക്കുന്ന രോഗശാന്തികൾ വെറും നിഴൽ മാത്രമാണ്. വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാ, വലുത് വരാനിരിക്കുന്നില്ല. ഒന്നും ആയിട്ടില്ല. ഇപ്പം നടക്കുന്നതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. വലുതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വലുതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതായത് യേശു ചെയ്ത അതേ ശുശ്രൂഷയാണ് പത്രോസ് ചെയ്തത്, പൗലോസ് ചെയ്തത്. ആണോ? സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. അതേ ശുശ്രൂഷ തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 8 വരാം. 8 വന്നാൽ 4 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. 8-ാം അധ്യായത്തിൽ തന്നെ ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമറിയയിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരുടെ ക്രിസ്തുവിനെ പ്രതി പ്രസംഗിച്ചു. അല്ലെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുക, അവൻ ഏക രക്ഷകനാണ് പ്രസംഗിക്കുക. ഇതാണ് നമ്മുടെ വിഷയം, നമ്മുടെ ദൗത്യത. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ, അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ. ഇപ്പൊ ഇവിടെ നിഴലിലൂടെ സൗഖ്യം, ഇതൊരു അടയാളമാണ്, ഒരു അടയാളമാണ് നമ്മുടെ മധ്യത്തിൽ സംഭവിച്ചത്. അടയാളങ്ങൾ 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 ചെയ്തവനിലേക്ക് നമ്മൾ നയിക്കണം, അല്ലേ? അടയാളങ്ങൾ കാണിച്ചവനാരാ? യേശുവാ. യേശുവിലേക്ക് നമ്മളെ അങ്ങോട്ട് നയിക്കുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചെന്നവരെ വിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തുപോയി. കണ്ടോ, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഫിലിപ്പോസിന്റെ പ്രസംഗം. അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. അവൾ പിശാചിനെ പുറത്താക്കുന്ന ദൗത്യം നടക്കുന്നു. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ ഒരു സന്തോഷമുണ്ടായി. ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ എന്താ നടന്നത്? പിശാച് പോയി, രോഗി സൗഖ്യം പ്രാപിച്ചു, അല്ലേ? ഭയങ്കര സംഭവം നടക്കുകയാണ്. ഹല്ലേലൂയാ. അല്ലെ, യഥാർത്ഥത്തിൽ ആ ശുശ്രൂഷ തന്നെയാണ് ഈ കാലഘട്ടത്തിലും നടക്കേണ്ടത്. ഒത്തിരി വചന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് കേരളത്തിലും പുറത്തുമൊക്കെ ആയിട്ട്. ശക്തമായിട്ട് മനോഹരമായിട്ട് വചനം പറയുന്ന എത്രയോ പേര് വളരെ മനോഹരമായിട്ട് ധ്യാനങ്ങൾ, കൺവെൻഷൻ നയിക്കുന്നു. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായമാണ്, ഒത്തിരി നല്ലതാ, അങ്ങനെയുള്ള ശുശ്രൂഷയൊക്കെ നടക്കണം. പക്ഷേ ഈ ഒരു സംഭവം കൂടി വളരെ ആവശ്യമാണ്. രോഗി സൗഖ്യം പ്രാപിക്കുക, പിശാച് വിട്ടുപോകുക, മരിച്ചവരെടുത്ത് നിൽക്കുക, വലിയ വലിയ സംഭവങ്ങൾ. മനുഷ്യൻ്റെ ബുദ്ധിക്കും മനസ്സിനും ചിന്തയ്ക്കും ഉൾക്കൊള്ളാനാവാത്ത പ്രവൃത്തികൾ നടക്കണം. അവന് വിശ്വസിക്കാൻ പറ്റുന്നത് അതുപോലുള്ള ദൈവത്തിൻ്റെ ശക്തിയേറിയ പ്രവൃത്തികൾ നടക്കണം. ശരിക്കും ആ ഒരു ലെവലിലേക്ക് ശുശ്രൂഷകൾ ഒന്ന് വളരേണ്ടിയിരിക്കുന്നു, കത്തിപ്പെടേണ്ടിയിരിക്കുന്നു. വരുന്ന നാളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായരായിട്ടുള്ള സഹോദരങ്ങൾ വലിയ അഭിഷേകമുള്ളവരായി, വലിയ ദൈവശക്തി നിറവുള്ളവരായി, അതിശക്തരായിട്ട് മാറണം. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവേ, വലിയ ശുശ്രൂഷകൾ, മനുഷ്യൻ്റെ മനസ്സിന് വിശ്വസിക്കാനാവാത്ത പ്രവർത്തികൾ നടക്കണം. 1 തെസ്സലോനിയൻസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം, ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമ ബുദ്ധിയിലും. അത് ശക്തിയുടെ വെളിപ്പെടുത്തൽ, അധികാരത്തിൻ്റെ സുവിശേഷം, അധികാരത്തോടെയുള്ള സുവിശേഷ പ്രഘോഷണം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് അധികാരവും ശക്തിയും ഒക്കെ കൊടുത്ത് അവരെ കർത്താവ് അഭിഷേകം ചെയ്ത് ധീരരാക്കി നയിച്ചു. അതുപോലുള്ള ഒരു ശുശ്രൂഷ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. 1 കൊരിന്തോസ് 11-ാം അധ്യായം 24-ാമത്തെ വചനം പറയുന്നു, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും അവൻ്റെ ജ്ഞാനവുമാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും അവൻ്റെ ജ്ഞാനവുമാണ്. ഒന്ന് പറഞ്ഞേ, കരമത്തി പിടിച്ച്, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. വരും കാലഘട്ടങ്ങളിൽ വെളിപ്പെടുന്നത് ദൈവശക്തിയുടെ ശുശ്രൂഷയാ, അധികാരത്തിന്റെ ശുശ്രൂഷയാ, അഭിഷേകത്തിന്റെ ശുശ്രൂഷയാ. ഹല്ലേലൂയ. ഇത് വെളിപ്പെടണം. വലിയ വലിയ സംഭവങ്ങൾ നടക്കണം. വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ശുശ്രൂഷകൾ ഈ കേരളത്തിലും ഭാരതത്തിലൂടെ ലോകമെടുത്ത് തുറക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ വലിയ അഭിഷേകം നിറഞ്ഞ ശുശ്രൂഷകരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.